എല്ലാവർക്കും സൽന കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇടിച്ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടിച്ചക്ക വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന അതേപോലത്തെ ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇടിച്ചക്ക കൊണ്ട് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഇതുപോലെ ഇടിച്ചക്ക കിട്ടുമ്പോൾ തോരനും ഉപ്പേരിയൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചുണ്ടാക്കുമല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇടിച്ചക്കൊക്കെ ഒന്ന് മുറിച്ച് തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വളഞ്ഞൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇടിച്ചക്കൊക്കെ നന്നാക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ പ്രയാസമാവില്ലേ. ഇടിച്ചക്ക കിട്ടുമ്പോൾ നമുക്ക് അതാണല്ലോ വളഞ്ഞ് കയ്യുമാവും അങ്ങനത്തെ പ്രശ്നങ്ങളേക്കാരല്ലേ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് വളഞ്ഞൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമുക്ക് കയ്യുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് തോല് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മളിതാ പൈനാപ്പിളൊക്കെ ചെത്തുമല്ലോ, അതുപോലെ അങ്ങോട്ട് ചെത്തിയെടുത്താൽ നമുക്ക് പിന്നെ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ അങ്ങോട്ട് ചെത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുട്ടിമയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തിയോട്ട് മുറിച്ചിട്ടാണല്ലോ എടുക്കുക. ഇങ്ങനെ ചെത്തിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോലൊക്കെ ചെത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. നമുക്ക് അതിൻ്റെ മേലത്തെ ഇതുണ്ടല്ലോ, എന്താ പറയുക, കൂനാന്നൊക്കെ പറയില്ലേ, അതൊന്ന് കുറച്ച് കളയാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് എല്ലാതും ഇങ്ങനെ ഇതുപോലത്തെ പീസാക്കിയിട്ടുണ്ട് എടുക്കാം. നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് എല്ലാം അതും കൊണ്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ അത് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് അതുപോലെ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത്ര വലുപ്പത്തിലാണ്, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു പാത്രത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം അതുപോലെ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചതച്ചിക്കല്ല, ഇഞ്ചി വെളുത്തുള്ളിയും അത്യാവശ്യം അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളകും പൊടി രണ്ടും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂണൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാലയും കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കോൺഫ്ലോർ കേട്ടോ. അപ്പോൾ അതൊരു 1.5 സ്പൂണ് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, നമ്മൾ പത്തിരിയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തൈര് 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തൈരിന് പകരമായിട്ട് നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ പിന്നെ തൈര് ചേർത്ത് കൊടുക്കണമെന്നില്ല, മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ കുറച്ച് നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചിക്കനൊക്കെ അങ്ങോട്ട് കുഴച്ച് മിക്സാക്കണം, അതുപോലെ തന്നെ നമുക്ക് ഈ ഇടിച്ചക്ക നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മൾ ഒരു 10-15 മിനിറ്റ് വെക്കണം കേട്ടോ ഈ മസാല തേച്ചിട്ട്. അപ്പോഴാണ് ആ മസാല കൈമ നല്ലോണം പിടിച്ചുള്ളൂ. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ.
അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ അത് ഒരു ചെറിയൊരു തൈയാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യത്തിന് 2 ഇല്ലി എടുക്കുക. അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കാനുള്ള ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായിട്ട് വരട്ടെ എണ്ണ. അപ്പോൾ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാവും കേട്ടോ. അല്ലെങ്കിൽ ആ മസാലയൊക്കെ ഉണ്ടല്ലോ അതിൽ ആ എണ്ണയിൽ അങ്ങോട്ട് പോകും, മസാലയൊക്കെ അതിൽ അങ്ങോട്ട് പോകും. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവണം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടേക്കാരം. അപ്പോൾ അതുപോലെ അങ്ങോട്ട് വേറെടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുത്തേക്കിന് ഇളക്കിയത് ഇതുപോലെ ഒരു കുറച്ച് സമയം ഒന്ന് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫസ്റ്റിലിട്ട് കൊടുത്തത് ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ചിക്കൻ ഫ്രൈ പോലെ തന്നെ കേട്ടോ. ചിക്കൻ ഫ്രൈൻ്റെ അതേപോലെ തന്നെ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു കഷ്ണമൊക്കെ എടുത്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ ഇടിച്ചക്ക ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇടിച്ചക്കൊക്കെ കിട്ടുമ്പോൾ അതുപോലെയൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുന്നു കേട്ടോ. ഒന്ന് വെറൈറ്റിയൊക്കെ ആക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞിക്കും ചോറിനും നമുക്കിങ്ങനെ സോസൊക്കെ ചേർത്തിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.